ഓക്കെ, ഈ വീഡിയോയിൽ അഡ്മിൻ്റെ ഫങ്ഷണാലിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിനകത്ത് അഡ്മിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ബുക്ക് ആഡ് ചെയ്യണം, ഡേറ്റാബേസിലുള്ള ആ ലൈബ്രറിയിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന എല്ലാ ബുക്കും ഡിസ്പ്ലേ ചെയ്യണം, അതേപോലെ ഇഷ്യൂ ചെയ്ത ബുക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടണം, അതേപോലെ യൂസറിൻ്റെ നിന്നുള്ള റിസർവേഷൻ സ്റ്റാറ്റസിന് അപ്രൂവ് ചെയ്യണം. സോ ഈ ഒരു 4 ഫീച്ചേഴ്സ് ആയിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്മിൻ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും അഡ്മിൻ്റെ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്ന കോഡ് ചെയ്തായിരുന്നല്ലേ. സോ ഇനി ഇതിനകത്ത് നമ്മൾ വേറൊരു കൺട്രോളർ എഴുതാൻ പോവുകയാണ്. ഒരു പുതിയ കൺട്രോളർ, പുതിയൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. പേര് അഡ്മിൻ ഹോം കൺട്രോളർ എന്ന് കൊടുക്കാം. അതായത് ലൈക്ക് അഡ്മിൻ പേജിൽ നടക്കുന്ന കൺട്രോളർ എല്ലാം ഈ ഒരു പറയുന്ന കൺട്രോളറായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ഓത്ത് കൺട്രോളർ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തത് രജിസ്ട്രേഷൻ ലോഗിന് മാത്രമായിരുന്നു. ഇനി അഡ്മിൻ പേജിൽ നടക്കുന്ന കൺട്രോളർ എല്ലാം നമുക്ക് വേറൊരു കൺട്രോളിനകത്ത് എഴുതാം. സോ ഈ ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് കൺട്രോളർ എന്ന് പറയുന്ന അനോട്ടേഷൻ കൊടുത്ത് അനോട്ട് ചെയ്യാം. അതേപോലെ ഒരു സർവീസ് ക്ലാസ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ കൺട്രോളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് ക്ലാസ്, അതിന് അഡ്മിൻ ഹോം സർവീസ് എന്ന് കൊടുക്കും. ദെൻ ആ ക്ലാസ്സിന് അറ്റ് സർവീസ് അനോട്ടേഷൻ കൊടുത്ത് മാപ്പ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആൾറെഡി ബുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ബുക്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്, ഒരു ബുക്കിന്റെ ടൈറ്റിൽ വരും, ഓതർ വരും, ജോണർ വരും, ആ ബുക്ക് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ള സ്റ്റാറ്റസ് കാണിക്കും. സോ ഈ ഒരു ബുക്ക് എന്ന് പറയുന്ന എൻറ്റിറ്റി ഡേറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ റെപ്പോസിറ്ററിക്കകത്ത് ഈ ഒരു എൻറ്റിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ ഒരു റെപ്പോസിറ്ററി പാക്കേജും കൂടി, ക്ലാസ്സും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനായിട്ട് ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു, ബുക്ക് റെപ്പോസിറ്ററി എന്ന് പേര് കൊടുക്കുന്നു. സോ അത് എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യും, നമ്മുടെ JPA റെപ്പോസിറ്ററി എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ പാക്കേജിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് ഇന്ററാക്ട് ചെയ്യുന്നത് ബുക്ക് എന്ന് പറയുന്ന ടേബിളുമായിട്ടായിരിക്കും. ബുക്ക് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് കോമ ഇൻറ്റിജർ എന്നൂടെ കൊടുക്കും. എല്ലാ അനോട്ടേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പാക്കേജസും ഇമ്പോർട്ട് ചെയ്യും. സോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം കാണേണ്ടതല്ലേ, ആദ്യം ഡിസ്പ്ലേ ആവേണ്ടതെന്ന് പറയുന്നത് എന്താണ്, ഒരു അഡ്മിൻ ഹോം പേജ്. ഒരു ഹോം പേജ് വന്നാൽ ആ ഹോം പേജിനകത്ത് കുറച്ച് ഫങ്ഷണാലിറ്റീസ് കാണുമല്ലേ. ലൈക്ക് ഒരു നെയിം ബാറും ഒരു ലോഗ് ഔട്ട് ബട്ടനും അതിന് വേണ്ടിയിട്ടുള്ള HTML നമുക്ക് ചെയ്യാം. സോ ആൾറെഡി ഞാൻ കുറച്ച് ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. സോ ഓക്കെ, HTML റീപ്ലേസ് ചെയ്ത് ഒരു ടെംപ്ലേറ്റ് ഇടുന്നു. അതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് CSS സ്റ്റൈൽസ് ഉണ്ട്. സോ ആ സ്റ്റൈല് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് നമ്മുടെ CSSനകത്ത് ഒരു പുതിയൊരു CSS ഫയലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് പേസ്റ്റ് ചെയ്യാം. ഈ പറയുന്ന അസറ്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ പിൻ ചെയ്തിട്ടിരിക്കുക. അവിടെ നിന്ന് ഈ ഫയൽസ് എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് അതിന് അഡ്മിൻ ഹോം സ്റ്റൈൽ എന്ന് പേര് കൊടുക്കാം, .css. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു പേര് കൊടുത്തു. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡെവലപ്പ് ചെയ്ത നമ്മൾ CSS ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്കിവിടെ ഈ ഒരു അഡ്മിൻ സ്റ്റൈലിനെ നമുക്ക് ഇൻവോക്ക് ചെയ്യണം അല്ലേ. സോ നമ്മളൊരു രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത സമയത്ത് ഇൻവോക്ക് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്ന. ഈ ആൾറെഡി ഉള്ള HRFനെ റീപ്ലേസ് ചെയ്ത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത CSS ഫയലിൻ്റെ ലൊക്കേഷനിലോട്ട് മാറ്റുന്നു. സോ എന്തായിരുന്നു പേര്, അഡ്മിൻ ഹോം style.css. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്ത HTML പേജ് ഒന്ന് കാണാൻ വേണ്ടി റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, നമ്മുടെ പോർട്ട് ഇവിടെ റൺ ആവുന്നുണ്ട്. സോ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യാം. URL കൊടുക്കുന്നു, admin@library.com, അഡ്മിൻ്റെ ക്രെഡൻഷ്യൽസ് കൊടുക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഹോം പേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ആക്ച്വലി ഫങ്ഷണൽ അല്ല, നമുക്കിത് ഫങ്ഷണൽ ആക്കി എടുക്കണം. സോ ഇവിടെ ഇതൊന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു നെയ്ബാർ ഉണ്ട്. ആ നെയ്ബാറിൽ ഒരു ലോഗൗട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആഡ് ന്യൂ ബുക്ക്, വ്യൂ ആൾ ബുക്ക്, വ്യൂ ഇഷ്യൂഡ് ബുക്ക്, അങ്ങനെ 3 ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പെൻഡിങ് ഫോർ അപ്രൂവൽ ലിസ്റ്റിൽ ഒരു പെൻഡിങ് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും യൂസർ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് ലിസ്റ്റ് വരാനായിട്ട് ഇവിടെ ഒരു ടേബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഈ ഒരു പെൻഡിങ് അപ്രൂവൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം. ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആഡ് ന്യൂ ബുക്ക് എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റിയാണ്. സോ അതിനായിട്ട് ആഡ് ന്യൂ ഫങ്ഷനാലിറ്റിക്ക് വേണ്ടി നമ്മൾ പുതിയൊരു HTML ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു HTML ആദ്യം ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെംപ്ലേറ്റ്സിൽ വരുന്നു. ടെംപ്ലേറ്റ്സിൽ പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ HTML ക്ലിക്ക് ചെയ്യുന്നു. HTML പേര് ആഡ് ബുക്ക് എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു, ആഡ് ബുക്ക് ഡോട്ട് HTML. ദെൻ ഒരു ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ ആക്ച്വലി രജിസ്ട്രേഷൻ യൂസ് ചെയ്ത അതേ സ്റ്റൈൽ തന്നെ ഇവിടെയും യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റൈല് ഈ ഒരു HTML ഫയലിന് കൊടുത്തത്. എന്നിട്ട് ഞാനിവിടെ ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മളിവിടെ എന്തൊക്കെ എൻറ്റിറ്റീസ് ആണ് ഇവിടെ പാസ് ചെയ്യുന്നത് ബുക്കിനകത്ത്? ടൈറ്റിൽ, ഓഥർ, ജോണർ, പിന്നെ അവൈലബിലിറ്റി. 4 ഫീൽഡാണ് യൂസറിൻ്റെ നിന്ന് വാങ്ങിക്കേണ്ടത് അല്ലേ? സോ ആ 4 ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ ടൈറ്റിൽ, അതിൻ്റെ നെയിം ടൈറ്റിൽ എന്ന് കൊടുക്കുന്നുണ്ട്. സോ ഇതേപോലെ നമുക്കിനി എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യണം? ലൈക്ക് ഓഥറിൻ്റെ പേര്, അപ്പം ID എന്ന് പറയുന്നത് നമുക്ക് ഓഥർ എന്ന് കൊടുക്കാം. അതേപോലെ ടൈറ്റിലും ഓഥർ എന്ന് കൊടുക്കാം. ബിക്കോസ് നമ്മൾ എൻറ്റിറ്റിക്ക് ഇവിടെ കൊടുത്ത അതേ പേര് വേണം ആ ഒരു നെയിമിൽ കൊടുക്കാനായിട്ട്. സോ നെക്സ്റ്റ് ജോണർ ആണ്. സോ ജോണർ IDയും ജോണർ എന്ന് കൊടുക്കാം. അതേപോലെ നെയിമും ജോണർ. ഓക്കെ, സോ ഇനി അവൈലബിലിറ്റി സ്റ്റാറ്റസ് കാണിക്കാനായിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റിയാണ് അല്ലേ? അതായത് നമ്മൾ എൻറ്റിറ്റി നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രിങ് ആണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ പുതിയൊരു ലേബല് ഇവിടെ കോപ്പി ചെയ്യുന്നു. ലേബല് അവൈലബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ലേബിൾ കൊടുക്കുന്നു. സോ ഇനി നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ അല്ലേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്തൊരു ഡിഫാൾട്ട് വാല്യൂ, ഡിഫാൾട്ട് സ്റ്റാറ്റസ് ആയിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. ദെൻ അല്ലെങ്കിൽ 2 മതി. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 2 വാല്യൂസ് ആയിരിക്കും വേണ്ടത്, അവൈലബിൾ ആൻഡ് അൺഅവൈലബിൾ. ലൈക്ക് നമ്മുടെ ബുക്ക് ലൈബ്രറിക്കകത്ത് പ്രസന്റ് ആണോ ഇല്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ഫീച്ചറാണ്. ദെൻ ഇതിനകത്ത് വാല്യൂ ആയിട്ട് നമുക്കൊരു ഫീൽഡും കൂടി സെറ്റ് ചെയ്യാം, അവൈലബിൾ. അതേപോലെ ഇവിടെയും വാല്യൂ അൺഅവൈലബിൾ. ബിക്കോസ് ഈ ഒരു വാല്യൂ ഗെറ്റ് ചെയ്ത് വേണം നമുക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്കൊരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആഡ് ന്യൂ ബുക്ക്. ഓക്കെ, സോ നമ്മുടെ ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോം പേജ് ഉണ്ടല്ലോ, അതായത് admin/home എന്ന് പറയുന്നതിൽ ഈ ആഡ് ന്യൂ ബുക്ക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ പേജ് ഡിസ്പ്ലേ ചെയ്യണം. സോ അതിനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അഡ്മിൻ ഹോം പേജ് എന്ന് പറയുന്ന HTML വരിക. HTML വരുന്നു. ദെൻ നമുക്ക് ഇവിടെ വേണം ആ ഒരു ലിങ്ക് റീഡയറക്റ്റ് ചെയ്യാനല്ലേ. സോ
ഇവിടെ ആക്ച്വലി ഈ ഒരു ടെംപ്ലേറ്റിൽ യൂസ് ചെയ്തിരുന്നത് ബട്ടൺ എന്ന് പറയുന്ന പുതിയ ടാഗാണ്. നമുക്കറിയാം HTML ബട്ടൺ ടാഗിൽ href എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ല. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ജാവാ സ്ക്രിപ്റ്റിന്റെ ES6ന്റെ കുറച്ച് ഹെൽപ്പോട് കൂടി മാത്രമേ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബട്ടനെ ഞാൻ എ ടാഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ CSS ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ എ ടാഗ് ഒരു ബട്ടൺ ആയിട്ട് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രൗസറിലോട്ട് പോയി നോക്കുന്ന സമയത്ത് കണ്ടോ, ഒരു ബട്ടൺ പോലെ അത് ആക്ട് ചെയ്യും, കാരണം അതൊരു CSS ചെയ്തെടുത്തിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ആ സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കാം. അതായത് ബട്ടൺ എന്ന് പറയുന്നത് എ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ. സോ ഇനി സേവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ബട്ടൺ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആഡ് എന്ന് പറയുന്ന ഒരു URL-ലോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ വൈറ്റ് ലേബൽ എറർ വരുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു പേജിനെ കാണാൻ പറ്റിയിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു URL പോകുന്ന സമയത്ത് ഈ URL-ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് റെൻഡർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇൻ കേസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേജ് വിസിബിൾ അല്ല. അങ്ങനെയുള്ള കേസസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വൈറ്റ് ലേബൽ എറർ വരുന്നത്. അതാണ് 404 സ്റ്റാറ്റസ് വരുന്നത്. സോ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അഡ്മിൻ കൺട്രോളറിനകത്ത് വരും. ഇവിടെ ആഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ബുക്ക് എന്ന് കുറച്ചും കൂടി പ്രൊനൗൺസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കീവേഡ് കൊടുക്കാം. ആഡ് ബുക്ക്. നമ്മൾ ഈ ഒരു URL അല്ലെങ്കിൽ എൻഡ് പോയിന്റ് കോപ്പി ചെയ്തു. ദെൻ അഡ്മിൻ ഹോം കൺട്രോളറിൽ വന്നിട്ട് ഇവിടെ ഒരു ഗെറ്റ് മാപ്പിംഗ് എഴുതുന്നു. ഗെറ്റ് മാപ്പിംഗ് നമ്മൾ അവിടെ കൊടുത്ത URL ഇല്ലേ, അതിവിടെ കൊടുക്കുന്നു. ദെൻ പബ്ലിക് സ്ട്രിംഗ് ഷോ ആഡ് ബുക്ക് പേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യുന്നു, റിട്ടേൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആഡ് ബുക്ക് എന്ന് പറയുന്ന പേജ് ഇല്ലേ, ആഡ് ബുക്ക്. ഓക്കെ. അനോട്ടേഷൻസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ സെർവർ റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇനി ബാക്ക് ടു ബ്രൗസറിലോട്ട് വന്നതിന് ശേഷം ബ്രൗസറിൽ വന്ന് റീഫ്രഷ് ചെയ്തതിന് ശേഷം ആഡ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത HTML പേജ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. സോ അതിൽ എന്തൊക്കെയോ ഒരു CSS ചേഞ്ചസ് ഹാപ്പൻ ചെയ്തിട്ടില്ല. നമുക്ക് അത് എന്താണ് പ്രശ്നമെന്ന് നോക്കാം. ആക്ച്വലി ഈ CSS പാത്ത് കൊടുത്തിരിക്കുന്നത് റോങ് പാത്താണ് അല്ലേ. സോ നമുക്ക് രജിസ്ട്രേഷൻ്റെ അതേ പേജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലിങ്ക് നമുക്ക് അവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ. ആഡ് ന്യൂ ബുക്കിന്റെ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്. ദെൻ ഈ ഡ്രോപ്പ് ഡൗൺ ആക്ച്വലി പ്രോപ്പർ ആയിട്ട് വന്നിട്ടില്ല. സോ അതും കൂടി നമുക്കൊന്ന് ഫിക്സ്. ഓക്കെ. ഡ്രോപ്പ് ഡൗൺ. ഓക്കെ. ഓപ്ഷൻ എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആക്ച്വലി സെലക്ട് എന്ന് പറയുന്ന ഒരു ടാഗിന്റെ അണ്ടറിലാണ് നമുക്ക് ഈ ഓപ്ഷൻ വരുന്നതല്ലേ. സോ അത് ആക്ച്വലി ഞാൻ മറന്നുപോയതാണ്. അപ്പൊ അതൊന്ന് ഇവിടെ എഴുതാം. ഓക്കെ. ദെൻ ഇതിനകത്ത് ID കൊടുക്കാം. ID ഈസ് ഈക്വൽ ടു നമ്മളിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, അവൈൽ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അവൈൽ അല്ലെങ്കിൽ അവൈലബിലിറ്റി എന്ന് തന്നെ കൊടുക്കാം. മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കാം. സോ അവൈലബിൾ. ദെൻ ഇതിനകത്ത് ഒരു നെയിം സെറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇതിന്റെ വാല്യൂ വേണം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാനായിട്ടല്ലേ. സോ നമ്മുടെ ഡേറ്റാബേസിൽ ബുക്ക് എന്ന് പറയുന്ന റെപ്പോസിറ്ററിക്കകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവൈലബിലിറ്റി എന്ന് പറയുന്ന പേരാണ്. സോ അത് അവിടെ കൊടുക്കാം. ഓക്കെ. ഇനി ഇതൊന്ന് നോക്കാം, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റാറ്റസിന് ഒരു CSS കോഡ് അപ്ലൈ ചെയ്തിട്ടില്ലല്ലേ. ആ ഒരു സ്റ്റൈൽ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ CSS വരാത്തത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ CSS ആഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ID കൊടുത്തിട്ടുണ്ടല്ലേ. ഈ ഒരു സെലക്റ്റിന് അവൈലബിൾ എന്ന് പറയുന്ന ഒരു ID കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റൈലിലോട്ട് വരുന്നു. ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റിന് ഉള്ള ഒരു സ്റ്റൈൽ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോമ ഹാഷ് അവൈലബിൾ എന്നും കൂടി കൊടുക്കാം. സോ ഇനി ഇത് റെൻഡർ ചെയ്യുന്ന സമയത്ത്
ഓക്കെ, അവൈലബിൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈല് അതിനും കൂടി ഒരു സ്റ്റൈൽ അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിതാണ് ആക്ച്വലി വേണ്ടത്. സോ ഇനി ഇതിന്റെ എന്ത് ചെയ്യാം, കോർ കൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഇതിന്റെ ഒരു ബിസിനസ് ലോജിക്സ് എഴുതാം. സോ അതിനായിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലേ, അതായത് നമ്മൾ CSS ഫയൽ ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നു. ആഡ് ബട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ആഡ് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ അല്ലേ, ആഡ് ന്യൂ ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആക്ഷൻ ഇവിടെ ട്രിഗർ ചെയ്യണം. സോ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ലിങ്ക് ആണ് കൊടുക്കുന്നത്, ആഡ് ബുക്ക് സ്ലാഷ് ആഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കാം. അതേപോലെ മെത്തേഡ് എന്ന് പറയുന്നത് എന്തിലായിരിക്കണം, പോസ്റ്റിലായിരിക്കും. സോ കറസ്പോണ്ടിങ് ഈ ഒരു മെത്തേഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, അഡ്മിൻ ഹോം കൺട്രോളറിനകത്ത് നമുക്കിത് ഫിറ്റ് ചെയ്യണം. സോ ഒരു പോസ്റ്റ് മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു, പോസ്റ്റ് മാപ്പിംഗ്, ദെൻ നമ്മൾ ഈ ഒരു ലിങ്ക് കൊടുക്കുന്നു, പബ്ലിക് സ്ട്രിംഗ് ആഡ് ബുക്ക്. ഓക്കെ, ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു, പോസ്റ്റ് മാപ്പിങ്ങിന് അനോട്ടേഷനും കൊടുക്കുന്നു. ഇനി ആക്ച്വലി എന്താ, ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഡേറ്റ നമുക്ക് എന്ത് ചെയ്യണം, ഫിച്ച് ചെയ്യണം അല്ലേ. സോ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഡേറ്റാസ് എങ്ങനെയാണ് ഫിച്ച് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് പരാം എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഫിച്ച് ചെയ്യുന്നത്. സോ റിക്വസ്റ്റ് പരാം, ഇവിടെ നിന്ന് എന്തൊക്കെ ഫീൽഡ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത്, അതായത് ആവശ്യമില്ലാത്ത ഫയൽസ് ഒന്ന് ഡിലീറ്റ് ചെയ്താണെന്ന്, ബുക്കിനകത്തുനിന്ന് നമുക്ക് ടൈറ്റിൽ വരും, ഓഥർ വരും, ജോണർ വരും, അവൈലബിലിറ്റി വരും അല്ലേ. സോ ഈ നാല് ഫീൽഡാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം സ്ട്രിംഗ് ടൈപ്പ് ആണ് അല്ലേ, നമ്മൾ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം സ്ട്രിംഗ് ടൈപ്പാണ്. ടൈറ്റിൽ, ഓഥർ, ജോണർ, അവൈലബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രിംഗ് ടൈപ്പാണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഈ നൈം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് അകത്ത് എഴുതിയിരിക്കുന്ന വാല്യൂ ആണല്ലോ നമുക്ക് അപ്പുറത്ത് ഗെറ്റ് ചെയ്യേണ്ടത്. സോ ഓരോ ഇതിനും നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് പരാം എഴുതാം, സ്ട്രിംഗ് ടൈറ്റിൽ റിക്വസ്റ്റ് പരാം ഇമ്പോർട്ട് ചെയ്യുന്നു. സോ ഇത് എന്ത് ചെയ്യുന്നു, 4 എണ്ണത്തിന് റിപ്പീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വാല്യൂ എന്താണ്, ഓഥർ. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, കട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ടൈറ്റിൽ ഓഥറായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അതേപോലെ ജോണർ, അത് മൂന്നാമത്തെ ഫീൽഡ് ജോണറായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ഫീൽഡ് അവൈലബിലിറ്റി. സോ അതും ഇവിടെ റീപ്ലേസ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്തു, 4 വാല്യൂസ് കിട്ടിയല്ലേ. സോ ഇതിപ്പോൾ എറർ വരുന്നത് കണ്ടോ, ദിസ് മെത്തേഡ് മസ്റ്റ് റിട്ടേൺ എ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു എറർ വരുന്നത്. സോ നെക്സ്റ്റ് എന്താ വേണ്ടത്, നമുക്ക് ഈ ഒരു ബുക്കിനെ സേവ് ചെയ്യണം അല്ലേ. സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, റെപ്പോസിറ്ററി എന്ന് പറയുന്ന ഈ പാക്കേജിനകത്തുള്ള ബുക്ക് റെപ്പോസിറ്ററി എന്ന് പറയുന്ന ക്ലാസ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് അഡ്മിൻ ഹോം സർവീസിനകത്ത് വരിക, ഇവിടെ ഒരു ഓട്ടോ വൈഡ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു റെപ്പോസിറ്ററി ക്ലാസ്സിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് ഒരു ഓട്ടോ വൈഡ് ക്രിയേറ്റ് ചെയ്യുക, പ്രൈവറ്റ് ബുക്ക് റെപ്പോസിറ്ററി, ബുക്ക് റെപ്പോ എന്ന് നമുക്കൊരു ഷോർട്ട് ഫോം കൊടുക്കാം. അപ്പൊ ഇതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തല്ലേ, ആക്ടോവേഡ് ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻലി എന്തിനാണ്, ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതാം, പബ്ലിക് വോയിഡ് സേവ് ബുക്ക്. ഇവിടെ എന്തായിരിക്കും, ബുക്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ പാസ്സായി വരുന്ന. ഈ പാസ്സായി വരുന്ന ബുക്കിനെ എന്ത് ചെയ്യണം, നമുക്ക് ഡേറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യണം. സോ അതിനായിട്ട് എന്ത് ചെയ്യും, ബുക്ക് റെപ്പോ ഡോട്ട് സേവ്, ഇവിടെ വരുന്ന ഫീൽഡ് കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്കൊന്ന് റിട്ടേൺ ചെയ്യാനായിട്ടില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫങ്ഷനാലിറ്റി നമ്മൾ ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചത്. സോ ഈ ഫങ്ഷനാലിറ്റി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തോ എറർ വരുന്നുണ്ടല്ലോ, ആക്ച്വലി ഡിലീറ്റ് എറർ. ഓക്കെ, സേവ് ചെയ്യാത്തതിൻ്റെ എറർ ആയിരുന്നു തോന്നുന്നു, സേവ് ചെയ്തപ്പോൾ എറർ പോയി. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക്
ഈ ഇതിലോട്ട് കൺട്രോൾ ചെയ്യുന്ന വാല്യൂ പാസ് ചെയ്യണമല്ലേ. നമ്മളിപ്പം ബുക്ക് സേവ് ചെയ്യാനുള്ള കോഡ് സർവീസിനകത്ത് എഴുതി. സോ നമ്മൾ ബാക്ക് ടു കൺട്രോളിനകത്ത് വരുന്നു. ഇവിടെ നിന്ന് കളക്ട് ചെയ്തതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിലോട്ട് പാസ് ചെയ്യുന്നു. സോ ബുക്കിന് ന്യൂ ബുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ബുക്ക് എന്ന് പറയുന്ന ക്ലാസ്, അത് മോഡലിനകത്തുള്ള ബുക്ക് എന്ന് പറയുന്ന ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, ന്യൂ ബുക്ക് അല്ലെ. ഈ ന്യൂ ബുക്കിലോട്ട് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന എല്ലാ വാല്യൂം സെറ്റർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. ആദ്യം ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നു. ഡോട്ട് സെറ്റ് ഓതർ സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, ജോണർ ആണ് അല്ലേ. സോ സെറ്റ് ജോണർ സെറ്റ് ചെയ്യുന്നു. then new book dot set availability സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോ വൈഡ് കൊടുത്ത് നമ്മുടെ സർവീസ് ക്ലാസ് ഇതിനകത്തോട്ട് ഇൻവോക്ക് ചെയ്യാം. സോ ഓട്ടോ വൈഡ് പ്രൈവറ്റ് സർവീസ് ക്ലാസിന്റെ പേരെന്തായിരുന്നു ആക്ച്വലി, അഡ്മിൻ ഹോം സർവീസ് അല്ലേ. സോ അഡ്മിൻ ഹോം സർവീസ്. then നമുക്ക് അഡ്മിൻ സർവീസ് എന്നൊരു ഷോർട്ട് നെയിം കൊടുക്കാം. ലൈക്ക് ഇതിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അഡ്മിൻ സർവീസ് ഡോട്ട് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനകത്തോട്ട് നമ്മളിവിടെ പുതുതായിട്ട് ഇൻസേർട്ട്, അതായത് ഫ്രണ്ട് എൻഡിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് എല്ലാം കൂടി സെറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, അത് പാസ് ചെയ്ത് കൊടുക്കുന്നു. പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പേജ് ഇപ്പോൾ ആക്ച്വലി ഇതൊരു ആഡ് ബുക്ക് എന്ന് പറയുന്ന പേജിലല്ലേ നിൽക്കുന്നത്. ഒരു ഡേറ്റ ഇൻസേർട്ട് ചെയ്താൽ വീണ്ടും ആ പേജിൽ നിൽക്കണ്ടല്ലോ, തിരിച്ച് നമ്മുടെ ഹോം പേജിലോട്ട് പോകാല്ലേ. സോ ഹോം പേജ് എന്ന് പറയുന്നത് ഏതായിരുന്നു, നമ്മൾ ഓത്ത് സർവീസിനകത്ത് ഓത്ത് കൺട്രോളറിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു admin/home എന്ന് പറയുന്നതാണ് നമ്മളുടെ എൻഡ് പോയിന്റ്. സോ അതിലോട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ റീഡയറക്ട് ചെയ്യുന്നു. സോ റീഡയറക്ട് കോളൻ. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോ വൈഡ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, ഓട്ടോ വൈഡ്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബ്രൗസറിൽ പോയിട്ട് ഒരു പുതിയ ബുക്ക് ആഡ് ചെയ്യാം. സോ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേജ് വരുന്നുണ്ട്. ആക്ച്വലി ഞാനിവിടെ ഒരു കുറച്ച് ഡെമ്മി ഫയൽസ് ഇവിടെ സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പുതിയൊരു ബുക്കിലോട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഓതർ ആൻഡ് അതിൻ്റെ ജോണർ ഫിക്ഷൻ. ദെൻ അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം, അവൈലബിൾ അല്ലെങ്കിൽ അൺഅവൈലബിൾ ചൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ അവൈലബിൾ ആയിട്ട് സെറ്റ് ചെയ്തു. സോ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് ആ ഒരു ഡേറ്റ ഇൻസെർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, റീഡയറക്റ്റഡ് ടു അഡ്മിൻ ഹോം പേജ് കൊടുത്തതുകൊണ്ട് ഈ ഒരു പേജിലോട്ട് വന്നു. ഇനി നമുക്ക് ഒരു ബുക്കും കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ അടുത്തൊരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അൺഅവൈലബിൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ അത് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഡേറ്റാ ബേസിലോട്ട് പോയി ചെക്ക് ചെയ്യാം. സോ ഡേറ്റാ ബേസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബുക്ക് എന്ന് പറയുന്ന ഒരു ടേബിളിൽ അതിന് റെക്കോർഡ് എല്ലാം ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ കൊടുത്ത അവൈലബിലിറ്റി ഉണ്ടോ, അവൈലബിൾ അനുസരിച്ച് എല്ലാ റെക്കോർഡും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ ഈ ഒരു മൊഡ്യൂളിലെ ഫസ്റ്റ് സെഷൻ, അതായത് ഒരു അഡ്മിൻ ഒരു ബുക്ക് ആഡ് ചെയ്യുന്ന സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി ഫങ്ഷനാലിറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.